പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. നമ്മളിപ്പം ഞാൻ മാത്രമായിട്ട് ഉള്ളൊരു സമയം എന്താണെന്നുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അമ്മയും അച്ഛനൊക്കെ വർക്കിന് പോയി. രാഹുലാണെങ്കിൽ എയർപോർട്ടിൽ പോയതാണ്, അവൻ്റെ കസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന്. അതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കറിയില്ല ഈ വീഡിയോ എങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്താണെന്നൊന്നും, പക്ഷെ എന്നാൽ നമുക്ക് എടുക്കാം, ചുമ്മാ എടുക്കല്ലേ. ഈ ഫസ്റ്റിന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് വാഷ് ചെയ്തതുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അയലിടണം. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ എനിക്ക് ഫേസ് പാക്ക് ഇടണം. അപ്പം എന്താ പറയുക, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇട്ടിട്ടില്ല, കാരണം ഇങ്ങനെ അങ്ങനെ ചെയ്യാണ്ടായി പോയി. അപ്പം പിന്നെ ഇനിയിപ്പം ഞാനതൊക്കെ റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പം എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ എനിക്ക് തിരിച്ച് പോക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉടനെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി വേഗം ഇത് അറിയാം. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. മഴയൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, അത്യാവശ്യം വെയിലുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. നമുക്കിനി ഫേസ് പാക്ക് ഇടണം. അപ്പം താഴേക്ക് പോവാം. അപ്പം പിന്നെ മടക്കി വെക്കാനൊക്കെ ഉണ്ടാക്കും. നമുക്കിനി കുളിച്ച് കഴിഞ്ഞ് ചെയ്യാം. അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടിയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി സെറ്റാക്കുക. പിന്നെ നമ്മൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണോ അതായാലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കോഫി ആഡ് ചെയ്യുന്നുണ്ട്. കോഫിയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചതാണ്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു നമ്മൾ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ അരിപ്പൊടിയൊക്കെ കണ്ടെയ്നറിലാക്കിയില്ലായിരുന്നു. അപ്പം പാക്കറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് കേടാവും. അത് പിന്നെ മുഖത്തെല്ലാം തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിമ്പിൾസും പിന്നെ ഇൻഫെക്ഷനൊക്കെ വരും. അതുകൊണ്ട് നല്ലൊരു നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഞാൻ ഈ ഒരു അരിപ്പൊടി മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്പൂൺ ഇട്ടിട്ട് അത് മൂടി നമ്മൾ പാക്ക് ചെയ്ത് വെച്ച്, പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് ഡയറക്റ്റ് വെക്കുക. അതാണ് നല്ലത്. ഫേസ് പാക്ക് ഇടാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു പണിയും കൂടെ തീർക്കാനായിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി ഇവിടുന്ന് കുറവായി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കേട്ടോ. ഇതിലിങ്ങനെ ടൈമൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഈ സമയത്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ തോന്നും. ബോട്ടിലൊന്ന് വെള്ളം നിറച്ച് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാൻ പോവാം. നമ്മളത് അരിപ്പൊടി നമുക്ക് എടുക്കാം. അരിപ്പൊടി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അരിപ്പൊടി വിത്ത് കോഫി മിക്സ്ചർ നിങ്ങൾ കണ്ടല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴേക്ക് തന്നെ കുറച്ചിങ്ങനെ കട്ടി പോലെ വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയത്. നമുക്കിനി വേഗം സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയില്ല, നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇത് നാളെ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളത് സ്കിൻ കെയർ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാം. എന്തെങ്കിലും ചെയ്തിരിക്കുകയല്ല, ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിരിക്കും.
ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കത് വാഷ് ചെയ്യാം. സോ നമ്മളെ ഫേസൊക്കെ കഴുകി നമ്മൾ കുറച്ച് ടാനിങ് ഇപ്പോഴേ പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാനിനി കുളിക്കാൻ പോവാണ്. സോ നമ്മൾ ഇനി ഹെയർ കെയർ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് പോകാം. വീക്കിൽ 1 to 3 times ഒക്കെയാണ് തല കുളിക്കാറുള്ളൂ. സോ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ ഒരു ഹെയർ കെയർ തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഈ ആഡ്സ് ഗുഡ്നെസ്സിൻ്റെ. ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണത്. അതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഒരു 1.5 വീക്കായി. നമ്മളെപ്പോഴും ഹെയറൊക്കെ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയർ മസാജൊക്കെ കഴിഞ്ഞിട്ടാണ് ഫേസ് വാഷ് ഇട്ടിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ആദ്യം ഒന്ന് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം വാഷ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യണം. പിന്നെ ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. ഈ ഒരു സംഭവമാണ്, ഈ ഒരു പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ബോഡി ഓയിലാണ്. സോ ഇത് നമ്മൾ 2 കൈയിലേക്കും അപ്ലൈ ചെയ്യണം. സോ നമുക്കിനി എന്തെങ്കിലും കഴിക്കാം. നല്ലോണം വിശക്കുന്നുണ്ട്, അപ്പം എന്തെങ്കിലും ബ്രെഡും എന്തെങ്കിലുമൊക്കെ കഴിക്കാം. സോ ഞാൻ എന്നിട്ട് കഴിക്കാം.